എന്റെ മോനെ കണ്ണീരിന് കാരണക്കാരി നീയാ. നീ ഇവിടെ നിന്നാ അവന്റെ ജീവന് പോലും ആപത്താ. നിന്നെ ഇനി ഇവിടെ വേണ്ട. എനിക്ക് എന്റെ മോനെ മതി. ഇറങ്ങി പോടി. ഇതിൽ കൂടുതൽ എന്ത് മനസ്സിലാക്കാനടി? വാടി ഇങ്ങോട്ട്. വരാനാ പറഞ്ഞ. ചതിക്കായിരുന്നില്ലേടി നീ? ചതിക്കായിരുന്നില്ല. ഇനി നിന്റെ സ്ഥലം വീടിന് പുറത്താ. ഓരോണെന്ന് നിനക്ക് കാണിച്ചാലടി. ഇനി വീട്ടിൽ നിർത്തില്ലടി. കടക്കടി പുറത്തില്ല. ഞാൻ ഇനി ഒന്നും ചെയ്യില്ല. ഞാൻ പറയുന്ന ഒന്ന് കേൾക്കും. ചതിക്കായിരുന്നില്ലേടി നീ? ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞു. ചതിക്കായിരുന്നില്ലേ? ഞാൻ പറയട്ടെ. ഇനി നിന്റെ സ്ഥലം വീടിന് പുറത്താ. പൊക്കോണം. ഇനി കുടുംബത്ത് കയറരുത്. തീർന്നു എല്ലാ ബന്ധങ്ങളും. ആന്റി പ്ലീസ് ആന്റി ഓടി. എന്റെ മനസ്സിൽ അവള് മരിച്ചു. ഇനി നിങ്ങളുടെ മനസ്സിലും. എന്ത് കാണാൻ നിക്ക്? ഒന്നും സംഭവിച്ചിട്ടില്ല.
ശ്രുതിയുടെ അച്ഛൻ മലേഷ്യയിൽ ജയിലിൽ കിടന്ന് മരിച്ചു എന്നൊക്കെ പറഞ്ഞതോ? അതെല്ലാം കള്ളമായിരുന്നു. ഞാൻ ശ്രുതിയുടെ ഇളയച്ചനുമല്ല. അവളുടെ അച്ഛനെ കുറിച്ചോ കുടുംബത്തെക്കുറിച്ചോ എനിക്കൊന്നും അറിയില്ല. ഞാൻ സുധിയുടെ കാല് പിടിക്കാം. പ്ലീസ് സുധി, എന്നെ ഇറക്കി വിടില്ലെന്ന് ഒന്നും പറ സുധി. പറ സുധി. സുധി ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല സുധി. സുധിയെ വിട്ട് ഞാൻ എവിടെ പോവില്ല സുധി. മലേഷ്യക്കാരി, കോടീശ്വരന്റെ മകള്. എത്ര നന്നായിട്ട് അവൾ അഭിനയിച്ചത്. എല്ലാവരെയും വിഡ്ഢികളാക്കിയില്ലേ. കൂടെ നിന്ന് സ്നേഹം നടിച്ച് ചതിക്കായിരുന്നില്ലേ അവള്. ഒന്നും അറിയാതെ നീ അവളെ ജീവന് തുല്യം സ്നേഹിച്ചു. നിന്റെ എല്ലാം ആയിരുന്നില്ലേ അവള്. നിന്നോടുള്ള സ്നേഹം വെറും അഭിനയായിരുന്നു. ഇങ്ങനെ ഒരുത്തിയുടെ കൂടെയാണല്ലോ നീ ഇത്രയും കാലം കഴിഞ്ഞെന്ന് ഓർക്കുമ്പോ പേടിയാവുക. നിന്നേക്കാൾ നല്ലൊരുത്തനെ കിട്ടിയ നിന്നെ കൊല്ലാൻ പോലും അവള് മടിക്കില്ല. അവൾക്ക് അവളോട് മാത്രമാ സ്നേഹം. അവളുടെ ജീവിതം മാത്രമാ വലുത്. അതുകൊണ്ടാണല്ലോ കള്ളവേഷം കെട്ടി ഇറങ്ങിയത് തന്നെ. അവളുടെ സന്തോഷത്തിന് വേണ്ടി അവൾ എന്തും ചെയ്യും. ഏത് നശിച്ച സമയത്താണാവോ ഞാൻ അവളെ കണ്ടത്. ആ ഭാമയാ ആ കള്ളി എന്റെ തലയെ കൊണ്ടുവച്ചത്. കൂടുതൽ അന്വേഷിക്കാതിരുന്നത് എന്റെ തെറ്റ്. അവളുടെ അഭിനയത്തില് ഞാനും വീണുപോയി മോനെ. നിന്റെ ഈ കണ്ണീരിന് കാരണം അമ്മ കൂടിയാണല്ലോ എന്ന് ഓർക്കുമ്പോഴാ. ഇനി അവൾക്ക് മാപ്പില്ല. അവളും വിശ്വസിച്ച് സ്നേഹിച്ച നിന്നെയും എന്നെയും അവൾ ചതിച്ചു. ഇത്രയെങ്കിലും സ്നേഹം അവൾക്ക് നിന്നോടുണ്ടായിരുന്നെങ്കിൽ എല്ലാ സത്യവും നിന്നോട് അവള് മുമ്പേ പറഞ്ഞേനെ. വിശ്വസിക്കാൻ കൊള്ളില്ലാടാ അവളെ. ഇനിയുണ്ടാവും ഇതുപോലെ കുറെ രഹസ്യങ്ങള്. അവളുടെ കൂടെയൊക്കെ ജീവിക്കുന്നതേ ആത്മഹത്യ ചെയ്യുന്നതിന് സമമാ. ഇനി ആ ബന്ധം നമുക്ക് വേണ്ട മോനെ. അന്ന് അവളെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടതാ ഞാൻ. അതുവഴി ഇങ്ങ് പോട്ടെന്ന് കരുതിയാ മതിയായിരുന്നു. അവള് തിരിച്ചു കയറ്റിയത് തെറ്റായി പോയി. ഇനി ആ തെറ്റ് ഞാൻ ആവർത്തിക്കില്ല. നീ ഒന്നിനും കൊള്ളാത്തവനാ. നിന്നെ ആളാക്കിയത് അവളാണെന്ന് അവള് പറഞ്ഞിട്ടുണ്ട്. അവള് പോയാ നിനക്ക് വേറെ പെണ്ണിനെ കിട്ടില്ല അത്രേ. കിട്ടുവോ ഇല്ലെന്ന് ഞാൻ അവൾക്ക് കാണിച്ചു കൊടുക്കാം. ഇനി നിന്റെ ജീവിതത്തില് അവൾ ഉണ്ടാവില്ല. ഇങ്ങനെ കരയുന്നേ? കരയല്ലേ മോനെ. എടാ കരയാതെ. കരയാതിരിക്കെ പിടിച്ചു നിൽക്കാൻ ഞാൻ. കരഞ്ഞ അവളുടെ മുന്നിൽ നമ്മൾ തോറ്റ പോലെയാവും. അത് പാടില്ല. നിനക്കൊരു നല്ല ജീവിതം ഉണ്ടാവട്ടെ എന്ന് കരുതിയാ നിന്നെ കൊണ്ട് അവളെ ഞാൻ കെട്ടിച്ചത്. പക്ഷെ അമ്മയ്ക്ക് തെറ്റുപറ്റിപ്പോയടാ. ഞാൻ കണ്ട സ്വപ്നമൊക്കെ വെറുതെയായി. നിനക്കിങ്ങനെ കരയേണ്ടി വന്നത് ഞാൻ കാരണോ? അതുകൊണ്ട് ഞാൻ ചെയ്ത തെറ്റ് ഞാൻ തന്നെ തിരുത്തും മോനെ. നല്ലൊരു പെണ്ണിനെ കൊണ്ട് ഞാൻ നിന്നെ വിവാഹം കഴിപ്പിക്കും. സമ്പത്തും സൗന്ദര്യമുള്ളൊരു പെണ്ണിനെ. കള്ളത്തരം ഇല്ലാത്തൊരു പെണ്ണിനെ അമ്മ നിനക്ക് കണ്ടെത്തും. അത് എന്റെ വാശിയാ, അവളോടുള്ള വാശി. എന്റെ മോൻ വിഷമിക്കാതിരിക്കെ. നിന്റെ
സങ്കടം കാണാൻ അമ്മയ്ക്ക് വയ്യടാ. ഞാൻ തളർന്നു പോവും. എനിക്കൊരല്പസമയം ഒറ്റയ്ക്കിരിക്കണം. മോനെ, നിനക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. നഷ്ടപ്പെട്ടത് അവൾക്കാ. ആ തോന്നല് വേണം. ഒറ്റയ്ക്കിരുന്നോ, പക്ഷെ മനസ്സിൽ അരുതാത്ത ചിന്തകളൊന്നും കേറ്റരുത്. ഇപ്പൊ എന്റെ മനസ്സ് വേദനിക്കുന്നത് എന്റെ മോനെ ഓർത്താ. ഇവിടെ വേണ്ട, എനിക്ക് എന്റെ മോനെ മതി. ഇറങ്ങി പോടി. പൊക്കോണം. ഇനി കുടുംബത്ത് കയറരുത്. തീർന്നു എല്ലാ ബന്ധങ്ങളും. ചന്ദ്രമതിയുടെ മനസ്സിൽ നിന്നും ചന്ദ്രോദയത്തിൽ നിന്നും പടിക്ക് പുറത്തായ ഇവൾക്കിനി ഒരു തിരിച്ചുവരവ് സാധ്യമോ? വേറിട്ട യുദ്ധമുഖം തുറന്ന് ഈ അമ്മായിയമ്മയും മരുമകളും. എന്താടി, എന്താ പറ്റിയ? നിന്നോട് ചോദിച്ചേ എന്താ പറ്റിയെന്ന്. നീ എന്തിനാ കരയുന്ന? എല്ലാം എന്റെ തലവിധി. രക്ഷപ്പെട്ടൊന്ന് കരുതിയതായിരുന്നു, പക്ഷെ ഒരിടത്തി പോലെ അത് സംഭവിച്ചു. എന്നെ അവരെല്ലാരും കൂടെ ചേർന്ന്. നല്ല സന്തോഷത്തിലായിരുന്നല്ലോ നീ. പായസമൊക്കെ ഉണ്ടാക്കി എന്നെ വിളിച്ചതല്ലേ. ഇപ്പൊ എന്തിനാ കരയുന്നത്? എന്താ ഉണ്ടായേ? സച്ചിൻ രേവതി ബീരാൻ അവിടെ വെച്ച് കണ്ടിരുന്നു. അവര് അദ്ദേഹത്തെയും കൂട്ടി വീട്ടിലേക്ക് വന്നു. അവര് ബീരാനെയും കൊണ്ട് വീട്ടിലേക്ക് വന്നോ? അതെ, വന്നു. വാ, ചടങ്ങ് തുടങ്ങാം. ഇവളുടെ ജീവിതത്തിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി എന്നോടൊരു സഹായം ചോദിച്ചു. ആദ്യം സിനിമയിൽ വേഷം കിട്ടാനായിട്ട് ഞാൻ ഇളയച്ചനായിട്ട് അഭിനയിച്ചു. പിന്നീട് ഇവളെ സഹായിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് അഭിനയിക്കേണ്ടി വന്നു സർ. ഞാൻ പേടിച്ചത് ഒരിക്കലും നടക്കരുതെന്ന് കരുതിയത് നടന്നു മീരെ. നീയല്ലേ പറഞ്ഞത് എല്ലാവരെയും തന്ത്രപൂർവ്വം കല്യാണ മണ്ഡപത്തിൽ നിന്ന് ഒഴിവാക്കിയെന്ന്? പിന്നെ എങ്ങനെ അവര് ബീരാനെ കണ്ടത്? അതിനെക്കുറിച്ച് ഞാനും ആലോചിച്ചിരുന്നു. രണ്ടുപേരും ഓഡിറ്റോറിയത്തിലേക്ക് തിരികെ വന്നു കാണും. സത്യം അറിഞ്ഞാൽ വലിയൊരു പൊട്ടിത്തെറി ഉണ്ടാവുമെന്ന് എനിക്ക് അറിയാമായിരുന്നു. എന്നാലും
ഇത് പ്രതീക്ഷിച്ചതിനപ്പുറമാ. എല്ലാരും വളഞ്ഞിട്ട് ആക്രമിച്ചു. ആന്റി എന്നെ അടിച്ചു, കഴുത്തിന് പിടിച്ച് വെളിയിൽ തള്ളി. വീരാനാണെങ്കിൽ തത്ത പറയുന്നത് പോലെ അവിടെ വന്ന് എല്ലാം പറഞ്ഞു. ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കള്ളം പറഞ്ഞ് രക്ഷപ്പെടാമായിരുന്നു. അവരെ തെറ്റിദ്ധരിപ്പിക്കാമായിരുന്നു. അദ്ദേഹത്തെ കൈയോടെ പിടിച്ച് വീട്ടിൽ കൂട്ടിക്കൊണ്ടുവന്ന് സച്ചിയും രേവതിയും പറയിപ്പിച്ചതല്ലേ? ഇത്രയും കാലം അവർക്ക് പിടികൊടുക്കാതെ അദ്ദേഹം നിനക്ക് വേണ്ടി ഒളിച്ചിരുന്ന് പേടിച്ചാ കഴിഞ്ഞിരുന്നത്. എന്നിട്ടും പിടികൊടുത്തില്ല. നിന്റെ ജീവിതത്തിൽ പ്രശ്നം വരാതിരിക്കാൻ വേണ്ടി അദ്ദേഹം സഹിച്ചു. എല്ലാത്തിനും ഒരു അവസാനം ഉണ്ടാകും ശ്രുതി. എത്ര കാലമായി നീ അവരെ കള്ളം പറഞ്ഞു പറ്റിക്കുന്നു. അവരത് വിശ്വസിക്കുകയും ചെയ്തു. ക്ഷമിക്കുന്നതിന് ഒരു അതിരില്ലേ? ദൈവം ക്ഷമ കെട്ട് വീരാനെ അവർക്ക് മുന്നിൽ കൊണ്ട് നിർത്തിയതാ. നീ എന്താ അവരുടെ ഭാഗം ചേർന്ന് സംസാരിക്കാണോ? എന്റെ അവസ്ഥയിൽ നീ സന്തോഷിക്കാണല്ലേ? നിന്നെ ഞാൻ ഇന്ന് നോക്കൂ ശ്രുതി, ആ വീട്ടിലെ എല്ലാവരും നല്ലവരാ. നിന്റെ ഭർത്താവും അമ്മായിയമ്മയും നിന്നെ അന്ധമായി വിശ്വസിച്ചു. നീ അവർക്ക് എല്ലാമായിരുന്നു. നല്ലവരെ ചതിച്ച ഇങ്ങനെയാ. എപ്പോഴായാലും തിരിച്ചടി കിട്ടും. വീരെ, എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. എന്നെ നീ ഇങ്ങനെ കുറ്റപ്പെടുത്തല്ലേ. എന്തിനു വേണ്ടിയാ ഞാൻ ഇതൊക്കെ ചെയ്തതെന്ന് നിനക്കറിയില്ലേ? അറിയാം. എന്നിട്ട് ഇപ്പൊ ഒടുക്കം എന്തായി? എല്ലാം പോയില്ലേ? ഞാനും സുദീപ് നല്ലൊരു സ്റ്റേജിലെത്തി. ഞങ്ങൾക്കൊരു കുഞ്ഞൊക്കെ പിറന്നതിന് ശേഷം സത്യമെല്ലാം പറയാന്നാ ഞാൻ കരുതിയത്. അതിനു മുമ്പേ പിടിക്കപ്പെട്ടു. എല്ലാം പ്രതീക്ഷിക്കാതെയായിരുന്നു. സുധി എന്താ പറയുന്നത്? അവൻ എന്തേലും പറയോ? അവന്റെ അമ്മ എന്നെ അടിക്കുന്നതും പിടിച്ച് വെളിയിൽ തള്ളുന്നതും അവൻ നോക്കി നിന്നു. ഒരക്ഷരം മിണ്ടിയില്ല. അവനെ കുറ്റം പറയാൻ പറ്റില്ല. നീ എല്ലാം അവനോട് മറച്ചു വെച്ചു, കള്ളവും പറഞ്ഞു. ആർക്കായാലും സഹിക്കാൻ പറ്റില്ല, പൊറുക്കില്ല. ഇതല്ലേ അറിഞ്ഞുള്ളൂ. നീ കല്യാണം കഴിച്ചിരുന്നു, അതിലൊരു കുഞ്ഞുണ്ടെന്നുള്ള കാര്യം അറിഞ്ഞില്ലല്ലോ. ഭാഗ്യം. നിന്റെ അച്ഛനെ കുറിച്ച് നീ കള്ളം പറഞ്ഞതാണ്. അദ്ദേഹം കോടീശ്വരനല്ല, നീ വലിയ വീട്ടിലെ പെണ്ണല്ല എന്നൊക്കെ അറിഞ്ഞപ്പോഴേ, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നിനക്ക് കുഞ്ഞുണ്ടെന്ന് എന്താകും സ്ഥിതി? ഇപ്പൊ തലമുടിയൊക്കെ അഴിച്ചിട്ട് വന്ന് നിൽക്കുക. അതറിഞ്ഞാലേ നിന്റെ തലയുണ്ടാവില്ല. ദേ, നിനക്കിതൊക്കെ ഒരു തമാശയായിട്ടാണോ തോന്നുന്നേ? എന്നെങ്കിലും ഒരിക്കൽ ഇങ്ങനെ സംഭവിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നതുകൊണ്ട് വലിയ ഞെട്ടലൊന്നുമില്ല. പക്ഷെ വിഷമമുണ്ട്. സത്യം അവരറിഞ്ഞു. നിന്നെ ആ വീട്ടിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. ഇനി എന്ത് ചെയ്യും നീ? നീ തിരിച്ചു പോയാ അവര് നിന്നെ എവിടെ കയറ്റുവോ? ഇപ്പൊ ചെന്നാ അവര് കേട്ടില്ല. അത് പ്രശ്നമാവും. അമ്മായിമ്മയ്ക്ക് എന്നോടുള്ള ദേഷ്യമൊക്കെ ഒന്ന് തണുക്കട്ടെ. അതിനുശേഷം എന്ത് വേണമെന്ന് ആലോചിക്കാം. ദേ, 3 മരുമക്കളിൽ നിന്നോടാണ് നിന്റെ അമ്മായിയമ്മയ്ക്ക് ഏറെ ഇഷ്ടം. നിന്നെ തലയിൽ വെച്ച് കൊണ്ടാടിയിരുന്നു അവര്. ഇപ്പൊ നിന്നെ കുറിച്ചുള്ള സത്യം അറിഞ്ഞു. നീ ചെയ്ത തെറ്റ് അവര് പൊറുക്കോ? നിന്നെ അവരാ വീട്ടിൽ ഇനി കയറ്റുന്ന തോന്നുന്നുണ്ടോ നിനക്ക്? എങ്ങനെ കയറ്റാതിരിക്കാനാ? സുധിയുടെ ഭാര്യയാ ഞാൻ. ഞാൻ അവന്റെ കൂടെ ആ വീട്ടിൽ കഴിയേണ്ടവളാ. പുറത്താക്കിന്ന് വെച്ചേ ആ വഴി ഞാനങ്ങ് പോന്ന് കരുതിയോ? ഒരു കണക്കിനെ ആന്റി എന്നെ അടിച്ചിറക്കിയത് നന്നായി. ഇപ്പോഴേ അവരും തെറ്റേതില്ലേ? എന്ത് കാരണം ഉണ്ടായാലും മരുമകളെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കുന്നത് തെറ്റല്ലേ? അങ്കിളിനെ എനിക്ക് നന്നായിട്ടറിയാം. ചെയ്തത് ശരിയല്ലാന്ന് അങ്കിൾ ആന്റിയോട് പറയും. ഒടുക്കം അങ്കിളിന്റെ നിർബന്ധത്തിന് വഴങ്ങി ആന്റി എന്നെ തിരികെ വിളിക്കും. നീലിമയോട് കാശ് വാങ്ങിയ കാര്യം വീട്ടിൽ പറയാത്തതുകൊണ്ട് മുന്നേ എന്നെ ഇതുപോലെ തന്നെ അവർ ഇറക്കി വിട്ടിരുന്നില്ലേ? ഒടുക്കം എന്തായി? എന്നെ വീട്ടിലേക്ക് അവർ തിരിച്ചു വിളിച്ചില്ലേ? അതുപോലെ ഇപ്പോഴും എന്നെ തിരിച്ചു വിളിക്കും. അന്ന് നീ അവർക്ക് കോടീശ്വരിയാ. ഇന്ന് കയ്യിൽ ഒന്നുമില്ലാത്തവളാ. നിന്റെ അച്ഛന്റെ സ്വത്തുവകകൾ നഷ്ടപ്പെടരുതെന്ന് കരുതിയാണ് അന്ന് അവർ നിന്നെ തിരികെ വിളിച്ചത്. അല്ലാതെ നിന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല. ഇനി നിന്നെ അവർ ആ വീട്ടിൽ കയറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ കയറ്റാതെ. ഇനി അവരെന്നെ കയറ്റിയില്ലെങ്കിലും ഞാൻ ആ വീട്ടിൽ ചെന്ന് കയറും. ഞാൻ വല്ലാതെ പേടിച്ചിരുന്നു, കുറെ കരയുകയും ചെയ്തു. ഇപ്പൊ എനിക്ക് ആരെയും പേടിയില്ല.
ഹ്യൂമൻ നേച്ചർ അറിയോ നിനക്ക്? മനുഷ്യരുടെ കൈകളിൽ 10 വിരലുണ്ടെങ്കിലും ഒരു വിഷമം വന്ന് കരയുമ്പോഴേ അവരുടെ കണ്ണീര് തുടയ്ക്കാൻ വേണ്ടപ്പെട്ട മറ്റുള്ളവരുടെ കൈകൾ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കും. ഞാനേ അങ്ങനെ ആരെയും പ്രതീക്ഷിക്കുന്നില്ല. എന്റെ കണ്ണീര് തുടയ്ക്കാൻ എനിക്കറിയാം. ഈ വിഷയം വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാനുള്ള ബുദ്ധി എനിക്കുണ്ട്. ഞാൻ ആഗ്രഹിച്ചു നേടിയ ജീവിതമായത്. അതാർക്കും ഞാൻ വിട്ടുകൊടുക്കില്ല, അടിയറവ് വെക്കുകയില്ല. സുധി ആ വീട്ടിൽ കഴിയുന്നിടത്തോളം കാലം അവന്റെ കൂടെ ഞാൻ അവിടെ ഉണ്ടാവും. എന്ത് ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. വല്ലാത്ത കോൺഫിഡൻസ് തന്നെ. നീ ആഗ്രഹിക്കുന്നത് പോലെ നടന്ന സന്തോഷം. നടക്കും, നടത്തിയിരിക്കും. ശ്രുതി കാണിച്ചത് തെറ്റൊക്കെ തന്നെയാ. കള്ളം പറഞ്ഞു, ചതിച്ചു. ആ തെറ്റ് നമുക്ക് അവൾക്ക് എന്ത് ശിക്ഷ വേണമെങ്കിലും കൊടുക്കാം. പക്ഷേ കാശുകാരിയല്ല എന്ന് കരുതി പിടിച്ച് പുറത്താക്കുന്നത് ശരിയല്ല. ആ, നിങ്ങൾ എന്താ ഇത് പറയാത്തെന്ന് ആലോചിച്ചിരിക്കുമായിരുന്നു ഞാൻ. ആ കള്ളിയോട് സിമ്പതി തോന്നി ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ ആരും നോക്കണ്ട. അങ്ങനെ ചെയ്താ ഇവിടെ ചോരപ്പുഴ ഒഴുകും. അവൾ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞാൻ കരുതിയതേ ഇല്ലടാ. എന്താണത്? കരയായിരുന്നു എനിക്ക്. നീ ഒറ്റയ്ക്കാണെന്നുള്ള തോന്നലൊന്നും വേണ്ട. ആരില്ലേലും ഞാനില്ലാണ് നിന്റെ കൂടെ. നീ വിഷമിക്കാതിരിക്കും. നമുക്കെല്ലാം ശരിയാക്കാം.